വ്യത്യസ്തമായ ഭൂപ്രദേശങ്ങളുള്ള ഒരു മണ്ഡലമാണ് നമ്മുടെ മാവേലിക്കര. കുട്ടനാട് പോലെ സമുദ്രനിരപ്പിന് താഴെയുള്ള പ്രദേശങ്ങൾ മണ്ഡലത്തിലുണ്ട്. പശ്ചിമഘട്ടത്തിൻ്റെ താഴ്വാരവും മണ്ഡലത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ കാർഷിക മേഖലയും അതുപോലെ വന്യമൃഗ പ്രശ്നവും ഒക്കെ ഇത്തവണ അവിടെ തെരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമാണ്. 10ാം തവണ അംഗത്തിനിറങ്ങുകയാണ് നമ്മുടെ കൊടിക്കുന്നിൽ സുരേഷ്. അടൂരിലാണ് ആദ്യം കൊടിക്കുന്നിൽ സുരേഷ് തൻ്റെ വിജയക്കൊടി പാറിച്ചത്. പക്ഷേ അടൂരിൽ പിന്നീട് പരാജയത്തിൻ്റെ കയ്പും കൊടിക്കുന്നിൽ സുരേഷ് രുചിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് കൊടിക്കുന്നിൽ സുരേഷ് മാവേലിക്കരയിലെത്തിയത്. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെയാണ് കൊടിക്കുന്നിൽ സുരേഷ് രാഷ്ട്രീയത്തിൽ സ്വയം അടയാളപ്പെടുത്തുന്നത്. പിന്നീട് അവിടെ നിന്ന് KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റ് വരെയായി. KPCC പ്രസിഡന്റ് ആകാൻ താൻ എന്തുകൊണ്ടും യോഗ്യനാണെന്നൊരിക്കൽ കൊടിക്കുന്നിൽ സുരേഷ് തുറന്നു പറഞ്ഞിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ കൊടിക്കുന്നിൽ സുരേഷ് പരിഗണിക്കപ്പെട്ടില്ല. അത് സംബന്ധിച്ച ചെറിയ തർക്കങ്ങളും ചില വിവാദങ്ങളുമൊക്കെ ഒരു കാലത്തുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും അത്ര കണ്ട് കൊടിക്കുന്നിൽ സുരേഷിൻ്റെ രാഷ്ട്രീയ ഭാവിയെ ബാധിച്ചിട്ടുമില്ല. ഈ മാവേലിക്കര മണ്ഡലം PJ കുര്യൻ്റെ ഒരു തട്ടകമായിരുന്നു. 80-ലാണ് PJ കുര്യൻ അവിടെ ആദ്യമായി ജയിക്കുന്നത്. പക്ഷേ അദ്ദേഹം 84-ൽ തോറ്റു. പിന്നെ 89-ലും 91-ലും 96-ലും 98-ലുമൊക്കെ PJ കുര്യൻ മണ്ഡലത്തിൽ നിന്ന് ജയിച്ചു കയറുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞു. പിന്നെ രമേശ് ചെന്നിത്തലയും CS സുജാതയുമൊക്കെ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് പാർലമെൻറ്റിലെത്തി. 2009-ലാണ് മണ്ഡലം കൊടിക്കുന്നിൽ സുരേഷിൻ്റെ കയ്യിലെത്തുന്നത്. അന്ന് മണ്ഡലത്തിലെ അസംബ്ലി മണ്ഡലങ്ങൾ നോക്കിയാൽ അത് കൂടുതലും UDFന് അനുകൂലമായ ഒരു സാഹചര്യമായിരുന്നു 2009. എന്നാൽ ഇന്ന് സാഹചര്യം വ്യത്യസ്തമാണ്. അസംബ്ലി മണ്ഡലങ്ങളെല്ലാം അസംബ്ലി തെരഞ്ഞെടുപ്പിൽ UDFനെ കൈവിട്ടൊരു സാഹചര്യമാണ് ഉള്ളത്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് കൊടിക്കുന്നിലിന് നിർണായകമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എല്ലാ മണ്ഡലങ്ങളിൽ നിന്നും ഒരു വ്യക്തമായ ഭൂരിപക്ഷം നേടാൻ കൊടിക്കുന്നിലിന് കഴിഞ്ഞിരുന്നു. അത് ചങ്ങനാശ്ശേരിയിലാണ് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത്. പത്തനാപുരത്തും നല്ല ഭൂരിപക്ഷം നേടി നമ്മുടെ കൊടിക്കുന്നിൽ സുരേഷ്. അതുകൊണ്ട് തന്നെ പാർലമെൻറ്റിൽ അദ്ദേഹത്തിൻ്റെ വിജയം അനായാസമായിരുന്നു. പക്ഷേ നിയമസഭ വന്നപ്പോൾ വോട്ടർമാരൊക്കെ മാറിയാണ് ചിന്തിച്ചത്. കാറ്റ് കൂടുതലും ഇടതുപക്ഷത്തിന് അനുകൂലമാവുകയും ചെയ്തു. CA അരുൺകുമാറിനെയാണ് മാവേലിക്കരയിൽ ഇടത് സ്ഥാനാർത്ഥിയായി ഇറക്കിയിട്ടുള്ളത്. അവിടെ ആദ്യം CA അരുൺകുമാറിൻ്റെ പേര് പറഞ്ഞു കേട്ടിരുന്നില്ല. ഒരുപക്ഷെ നമ്മുടെ പഴയ ചിറ്റയം ഗോപകുമാർ തന്നെ വീണ്ടും മത്സര രംഗത്തുണ്ടായേക്കും എന്നാണ് ആദ്യം വാർത്തകളിലൊക്കെ കണ്ടിരുന്നത്. എന്നാൽ ഒരു സർപ്രൈസ് കാൻഡിഡേറ്റ് എന്ന നിലയിലാണ് CA അരുൺകുമാർ അവിടെ എത്തി താനാണ് സ്ഥാനാർത്ഥി എന്ന് വ്യക്തമാക്കിയത്. ഈ കോട്ടയം, കൊല്ലം ജില്ലകളിലൊന്നും അരുൺകുമാറിൻ്റെ പേര് അവിടുത്തെ ജില്ലാ കൗൺസിൽ കൂടിയപ്പോൾ ഉണ്ടായിരുന്നില്ല എന്നൊക്കെയുള്ള വാർത്തകൾ വന്നിരുന്നു. ഏതായാലും ആ സാഹചര്യം മാറി ആലപ്പുഴ ജില്ലയിലെ കൗൺസിൽ ചേർന്നപ്പോഴാണ് അരുൺകുമാറിന് ഒരു മുൻതൂക്കം ലഭിച്ചത് എന്ന് വാർത്തകളും പുറത്തു വന്നിരുന്നു. ഏതായാലും കൊടിക്കുന്നിലിനെ വീഴ്ത്താൻ ഒരു യുവാവിനെ രംഗത്തിറക്കാം എന്ന ഇടതുമുന്നണി നീക്കം എങ്ങനെ ഫലം കാണും എന്ന കൗതുകത്തോടെ നോക്കുകയാണ് രാഷ്ട്രീയ കേരളം. BDJSും അവരുടെ സ്ഥാനാർത്ഥിയായി ബൈജു കലാശാലയാണ് രംഗത്തിറക്കിയിട്ടുള്ളത്. ബൈജു കലാശാലയ്ക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നത് വളരെ സുപ്രധാനമാണ്. കാരണം BDJSൻ്റെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ കാലത്തിൽ അത്ര തൃപ്തികരമല്ല എന്ന നിലപാടാണ് BJPക്കുള്ളത്. മാത്രവുമല്ല, പ്രതീക്ഷിച്ചത്ര വോട്ടൊന്നും നേടാൻ BDJS സ്ഥാനാർത്ഥികൾ കഴിയുന്നില്ല എന്നൊരു വിമർശനവും അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് BDJSനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്. ഈ മണ്ഡലം നമ്മുടെ PJ കുര്യൻ ഒരു കാലത്ത് വളരെ ശക്തമായി കയ്യിൽ ഒതുക്കി വച്ചിരുന്നതായിരുന്നു. അത് ഇപ്പോൾ കൊടിക്കുന്നിൽ സുരേഷിന് അതേപോലെ കൊണ്ടുപോകാൻ കഴിയുമോ എന്ന ചോദ്യം ഉയരുകയാണ്. 10ാം അംഗത്തിൽ കൊടിക്കുന്നിൽ ജയിച്ചാൽ അത് തൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരേടായി കൊടിക്കുന്നിലിന് കുറിച്ചു വയ്ക്കാം. അതേസമയം ഈ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒരു കരുത്തനായ കൊടിക്കുന്നിൽ സുരേഷിനെ
പരാജയപ്പെടുത്താൻ കഴിഞ്ഞാൽ അത് ഇടത് സ്ഥാനാർത്ഥിക്കൊരു വലിയ നേട്ടവുമാകും. പ്രകടനം ഏതൊക്കെ തരത്തിൽ മെച്ചപ്പെടുത്താനാകും എന്ന് ചിന്തിക്കുന്ന BDJS-ഉം തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ്. അതുകൊണ്ട് തന്നെ ഈ മാവേലിക്കരയിലെ പോരാട്ടം വളരെ ഗൗരവത്തോടു കൂടിയാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്.